ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കിയാട്ടെ, 26-ാം അധ്യായത്തിൽ കർത്താവ് അതിനു മുമ്പ് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ എപ്രകാരം ഒരുങ്ങണം എന്ന് നമ്മളോട് പറഞ്ഞത്. നമുക്ക് എപ്പോഴും നമ്മൾ ഓർക്കണം, ഞാൻ പോയതുപോലെ മടങ്ങി വരും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഏക ലോക നേതാവ്, ഏക മത അല്ലെങ്കിൽ ഏക വ്യക്തി ഈ ലോകത്തിൽ കർത്താവ് മാത്രമാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ മാത്രമല്ല, മറ്റു പലരും യേശുവിൻ്റെ വരവിന് വേണ്ടി യേശു അവസാനം വരും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അപ്പം ആ നിലയിൽ മടങ്ങി വരും, നിശ്ചയമായി ഞാൻ മടങ്ങി വരും. നമുക്കറിയാം, മറ്റു പല ഇതിന് വികലമാക്കപ്പെട്ട രീതിയിലാണ് അവർ അതിനെ പലതും പറയുന്നത്. അദ്ദേഹം തിരിച്ചിവിടെ വന്ന് പെണ്ണ് കെട്ടി താമസിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും വേദപുസ്തകം നമുക്ക് പറയുന്നില്ല. ഒരുപക്ഷെ കാന്തയോടുകൂടെയുള്ള വാസം എന്നുള്ളതിന് അവർ തെറ്റിദ്ധരിച്ചതാണോ എന്നും എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. എന്നാലും അങ്ങനെയൊന്നും ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല. അതേസമയം കർത്താവ് മടങ്ങി വരും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ യൂദ പരീക്ഷിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ യൂദ കർത്താവിനെ കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നതും അതുമാത്രമല്ല, അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുക്കുകയും തുടർന്ന് കർത്താവ് പെസഹ ആചരിക്കുന്നതും, അങ്ങനെ കർത്താവിൻ്റെ മേശ, അല്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട്, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കർത്താവിൻ്റെ മേശ എന്നുള്ള നിലയിൽ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇവിടെ എല്ലാം ലൂക്കോസിലും അതിന് സമാനമായ ഭാഗങ്ങളിൽ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് കർത്താവ് അരുളി ചെയ്തതായിട്ട് പൗലോസും പ്രസ്താവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നും ആ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതും, കർത്താവ് വരുന്നത് വരെ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് നമ്മൾ കർത്താവിൻ്റെ മേശ അനുഷ്ഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ കർത്താവ് വരുന്നത് വരെ നമ്മൾക്ക് ചെയ്യാനായിട്ട് കർത്താവ് തന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ മേശ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനെ എന്തെങ്കിലും പൂജയായിട്ടോ പ്രസാദമായിട്ടോ ഒക്കെ മാറ്റുകയും കുർബാനയായിട്ട് മാറ്റുന്നതൊന്നും വചനത്തിൽ പറയപ്പെട്ട കാര്യമൊന്നും അല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസവും നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചതായിട്ടുള്ള കാര്യമാണ്. നോക്കിയാട്ടെ, പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി എന്നുള്ളതും, എന്താണ് ഈ സ്തോത്രം പാടിയത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. കാരണം പെസഹയ്ക്ക് 4 കപ്പ് വൈൻ അല്ലെങ്കിൽ വീഞ്ഞ് ഉയർത്തി അനുഗ്രഹിച്ച് നൽകുകയും ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ അല്പമായിട്ട് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളതും, അവസാനം സ്തോത്രം പാടി അവസാനത്തെ കപ്പും കുടിച്ച ശേഷം സ്തോത്രം പാടി പോകുന്നത്, അത് ചില സങ്കീർത്തനങ്ങളുണ്ട്, ആ സങ്കീർത്തനങ്ങളാണ് അപ്പോൾ പാടിയിരുന്നത് എന്നുള്ളത് നമ്മൾ അന്നേരം ചിന്തിക്കുകയുണ്ടായി. അടുത്ത ഒരു കാര്യമാണ് പത്രോസ് കർത്താവിനെ തള്ളിപ്പറയും എന്ന് കർത്താവ് പ്രഡിക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ദൈവവചന ഭാഗം. മാത്രമല്ല, നമുക്കോട് പറഞ്ഞതുപോലെ, പത്രോസ്ലിയായോട് പറഞ്ഞ പോലെ തന്നെ നമ്മളോടും അങ്ങനെ വല്ല ഇന്ന് രാവിലെ പറയുക, എടാ ജയ്ദീപേ, നീ എന്നെ തള്ളിപ്പറയൂ എന്ന് പറഞ്ഞാൽ ഞാനിക്ക് സഹിക്കുമോ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സഹിക്കുമോ? കാരണം എന്തോ ഈ പറയുന്ന കർത്താവിനോട് എന്താ ഈ പറയണേ എന്ന് കർത്താവ് എന്നോട് എന്താ ഈ പറയുന്നത്? കർത്താവ് ഞാൻ തള്ളിപ്പറയും, അല്ലെങ്കിൽ എൻ്റെ ഈ പ്രകടനവും എൻ്റെ ഈ ജീവിതവും ഈ പ്രസംഗവും ഇത്രയും നാളുള്ള എല്ലാം പ്രകടനമായിരുന്നു എന്നുള്ളതാണോ പറയുന്നത് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. എന്നാൽ നമുക്കറിയാമല്ലോ, ഈ പറച്ചിലും ഈ സിലബസിൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ്. നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ഇച്ചിരി പാടാ ഈ കർത്താവ് നമ്മളെ തള്ളിപ്പറയും എന്ന് പറയുന്ന കാര്യം. അല്ലെ, കർത്താവ് പത്രോസിനെ കുറിച്ച് കർത്താവിനെ തള്ളിപ്പറയണമെന്ന് ആഗ്രഹിച്ചു എന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്നാൽ നമുക്കൊരു ഹെഡിങ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയുന്നത്, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും നമുക്ക് കർത്താവിനെ പിൻപറ്റാനും അനുഗമിക്കാനും കഴിയത്തില്ല എന്ന് കർത്താവ് കാണിച്ചു തരുന്ന ചില സാഹചര്യങ്ങളാണ് ഇത് പത്രോസ്ലിയ തള്ളി പറഞ്ഞതുപോലെ തന്നെ പല ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും നമ്മളും കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ടാവാം എന്നുള്ളത് നമ്മൾ ഒരുപക്ഷെ അംഗീകരിക്കുകയില്ല. അങ്ങ് ചെല്ലുമ്പം അങ്ങ് ചെന്ന് കഴിയുമ്പം യാഥാർത്ഥ്യമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്.
നമുക്കിവിടെ കാണാനായിട്ട്. മുൻകൂട്ടി കർത്താവ് അത് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും എന്നുള്ളത് നമുക്കറിയാമല്ലോ. 33-ാം വാക്യത്തിലും തുടർന്നും രണ്ട് പ്രാവശ്യം എല്ലാവരും നമുക്കറിയാം. അവിടെ നമ്മൾ കാണുന്നത് അതെ, ഒരുമലയ്ക്ക് പോയി എന്ന് പറഞ്ഞതിന് ശേഷം നമുക്കറിയാം കർത്താവ് ഒരുമലയ്ക്ക് പോകുന്നത് ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്. കർത്താവ് പലപ്പോഴും രാത്രിയാമങ്ങൾ ഒരുമലയിൽ കഴിച്ചു കൂട്ടിയതായിട്ടും നമ്മൾക്ക് ഈ ഭൂപടം എടുത്ത് നോക്കുമ്പോൾ എവിടെയായിരുന്നു ഈ ഒരുമല എന്നുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അതിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറും എന്നുള്ളത്. അപ്പം എനിക്കവിടെ വളരെ ഐഡൻറ്റിക്കലായിട്ട് തോന്നിയ ഒരു കാര്യം, ഒരു പ്രത്യേകതയോടെ തോന്നിയ ഒരു കാര്യം, നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഇപ്പം ബിജോ ബ്രദറിന് ഒരു പരീക്ഷ വരുന്ന സമയത്ത് ഞാൻ വിചാരിക്കും, പാവം ബിജോ ബ്രദർ, പുള്ളി എന്നാ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഞാൻ നടക്കുമ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അന്നേരമോ അതിന് മുമ്പോ പിമ്പോ ഏകദേശം അതുപോലുള്ള ഒരു പരീക്ഷ എനിക്കും വരും. അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കൂട്ടായ്മയിലുള്ള സഹോദരങ്ങളാണേലും അതെ, പാസ്റ്ററെ ഞങ്ങൾ ഇതുപോലൊരു പ്രശ്നത്തിലായിരിക്കുക, പാസ്റ്റർ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പം തന്നെ പാസ്റ്റർക്കും മിക്കവാറും വരും ഏകദേശം ഐഡൻറ്റിക്കൽ നിലയിലുള്ള ഒരു പരീക്ഷ. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഇവിടുത്തെ ചില പ്രിയ സഹോദരങ്ങളുമായിട്ട് പറയും, ഉപദേശിക്കും മിക്കവാറും ഇത് ഉടനെ വരും. അവർ ചിലർ പറയാറുണ്ട്. കാരണം കഴിഞ്ഞ നാളുകളിലൊക്കെയുള്ള പല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴും അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ള ചില പരീക്ഷകൾ എനിക്കും അതേ സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്, എനിക്കുണ്ടായിട്ടുള്ള പരീക്ഷ അവർക്കും ഉണ്ടായിട്ടുള്ളതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്, അതിന് വല്ല ബേസിക്സ് ആയിട്ട് വാക്യം വല്ലതും ഉണ്ടോ എന്നൊന്നും അറിയില്ല. അതുപോലെ ഒരു കാര്യം എനിക്ക് ഇവിടെയും തോന്നുകയാണ്. ഇവിടെ തോന്നുന്ന കാര്യം, യൂദാസ് പരീക്ഷിക്കപ്പെട്ടപ്പം ശിഷ്യന്മാരും ബാക്കിയുള്ളവരും ഒക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടും എന്ന് പ്രഡിക്റ്റ് ചെയ്തപ്പം എല്ലാവരും വിചാരിച്ച്, യൂദാസ് ഇത്ര ദുഷ്ടനാണെന്നല്ലോ, അവന് പരീക്ഷ വന്നു, അവൻ അങ്ങനെ വേണം, അല്ലെങ്കിൽ അവൻ ഒരു കള്ളനായിരുന്നു ഞങ്ങൾക്ക് നേരത്തെ അറിയാതെ, അവൻ ഇതിൽ നിന്ന് എടുത്തു വന്നിരുന്നതും ഞങ്ങൾക്ക് അറിയാമായിരുന്നു, എന്തായാലും അവനൊന്ന് തുറന്നു കാണിക്കപ്പെട്ടല്ലോ എന്ന് നമ്മൾ ഒന്ന് ആശ്വസിച്ച് നേരെ ശ്വാസം വിടാൻ ഒരുങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എക്സാമിനേഷൻ ടൈം ടേബിൾ നമുക്കും വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതൊരു വലിയ കാര്യം. ഇവിടെ പറയുന്നത് യൂദാസിന് മാത്രമല്ല അത് വന്നത്, തുടർന്ന് ആ ശിഷ്യന്മാർക്കെല്ലാം വരും എന്നുള്ളതാണ്. ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും എന്നുള്ളൊരു കാര്യം കർത്താവ് പറയും. അപ്പം യൂദാസിനും പത്രോസിനും മാത്രം അതുണ്ടായി എന്നുള്ളതല്ല പറയുന്നത്, എല്ലാവർക്കും അതുണ്ടായി. തുടർന്ന് നമുക്കറിയാലോ പത്രോസ്ലിയായോട് പറയുന്നത് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട്, ഈ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. അപ്പം ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തിൽ കഷ്ടങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. അത് ദൈവമക്കളായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഷ്ടമോ പരീക്ഷയോ വരത്തില്ലെന്നോ, അല്ലെങ്കിൽ അവിശ്വാസിയായ വ്യക്തിക്ക്, അല്ലെങ്കിൽ പിന്മാറ്റത്തിൽ നിൽക്കുന്ന ഒരുത്തനാണെങ്കിൽ അവന് വരുമെന്നോ, അങ്ങനെ ഒന്നുമല്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ലോകത്തിൽ എന്തെങ്കിലും മറ്റുള്ള പകർച്ചവ്യാധിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പം തന്നെ നമുക്ക് കഴിഞ്ഞ നാളുകളിൽ അറിയാമല്ലോ, നമ്മുടെ ഈ ദേശത്ത് വന്നിട്ടുള്ളപ്പോൾ എത്രയോ ദൈവഭക്തന്മാർ നല്ല നിലയിൽ ദൈവവേല ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളൊക്കെ ഈ ലോകം വിട്ടു പോയതായിട്ടും, ഈ പാവപ്പെട്ട ഞാനും ഏകദേശം മരണത്തിൻ്റെ വക്കത്തോളം ആയിപ്പോയതാണെന്നുള്ളത് നിങ്ങളോട് ആ സമയത്തൊക്കെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ചില ആഫ്റ്റർ എഫക്റ്റിൽ നിന്നൊന്നും ഇന്നും ഞാൻ മോചിതനായിട്ടില്ല എന്നുള്ളതാണ്. ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതയിൽ നിന്ന് മോചിതനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ലോകത്തിൽ എല്ലാവർക്കും ഈ പരീക്ഷ ഉണ്ടാകും. ഇവിടെ നമ്മൾ കാണുക, യൂദാസ് പരീക്ഷ ഉണ്ടാകും, അവനിൽ സാത്താൻ കടന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചെങ്കിൽ, ശിഷ്യന്മാരോട് പറയുക, ഇന്ന് രാത്രിയിൽ നിങ്ങളെല്ലാവർക്കും ഇതേ നിലയിലുള്ള ഒരു പരീക്ഷ ഉണ്ടാകും. ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറും. അപ്പം ഈ പരീക്ഷ ഉണ്ടാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെ കർത്താവിനോട് കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾക്കും കർത്താവിനോട് അകന്നു നിൽക്കുന്ന വ്യക്തികൾക്കും അത് മുഖാന്തരം എന്താ സംഭവിക്കുന്നത്, അതാ ഇവിടുത്തെ പ്രധാന കാര്യം. വീണു പോകുന്നതല്ല പ്രധാനപ്പെട്ട സബ്ജക്റ്റ്, നമ്മൾ വീണെടുത്തുനിന്ന് എഴുന്നേക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. അതാണ് കാര്യം. വീഴുന്നത് എങ്ങനെയെന്നുള്ളതിന് ഗവേഷണം നടത്തിയിട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇനി കാര്യമില്ലല്ലോ. ഗവേഷണം നടത്തിയാൽ ഇനി വീഴാൻ പോകുന്നവർക്ക് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആകും. എന്നാൽ തന്നെ പല ടെസ്റ്റിങ്ങിൻ്റെ അനുഭവങ്ങളും ഈ ലോകത്തുള്ള എല്ലാവർക്കും വരുന്നത് പോലൊക്കെ നമുക്കും കടന്നു വരും.
എന്നാൽ എങ്ങനെ നമ്മൾ അതിൽ നിന്ന് എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള വിഷയമല്ല. നമുക്കറിയാം അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ കർത്താവിന് പരീക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്നൊക്കെയുള്ള വാക്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നാൽ അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവനാകുന്നു എന്നും ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കണം. അപ്പം കർത്താവിനോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ നിലയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്താണ് അതിൻ്റെ പരിണിത ഫലം എന്നുള്ളത് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറയപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. നമുക്കറിയാം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 2 കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായം, അതുപോലെ മറ്റു പല ദൈവവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പരീക്ഷകൾ ഉണ്ടെങ്കിലും 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ പരീക്ഷയോടുകൂടെ നമുക്ക് പോക്കുവഴിയും ഉണ്ടാക്കുന്നവനായിട്ടുള്ള കർത്താവ്. ഒരു ദൈവ പൈതൽ ഒരു പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിലും കൂട്ടായ്മയിലും ആയിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ പരീക്ഷകളുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് പരീക്ഷയുണ്ട്. ദൈവഹിതപ്രകാരം ചില പരീക്ഷയുടെ അനുഭവത്തിലൂടെയൊക്കെ തന്നെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ടെംപ്റ്റേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവം ആരെയും ടെംപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ടെംപ്റ്റേഷനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. അല്ലാത്ത നിലയിലുള്ള പല പരീക്ഷകൾ നമുക്കറിയാം. തള്ളിപ്പറയാനുള്ള ഒരു പരീക്ഷയുണ്ടായി. അത് ഒരു പാപത്തിലേക്കുള്ള ഇതെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എന്നാൽ തള്ളി പറഞ്ഞു കഴിയുമ്പം അതൊരു പാപത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമുക്ക് അറിയാവുന്നതുപോലെ ഇത് ഇങ്ങനെ നമ്മളായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദൈവ പൈതലിന് എന്താ സംഭവിക്കുന്നത്? ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അത് നമുക്ക് മാനസാന്തരം ഉളവാക്കുകയും രക്ഷ ഉളവാക്കുകയും ചെയ്യുന്നു എന്നാണ് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യം. അത് ദൈവഹിതപ്രകാരം അത് മാനസാന്തരത്തിലേക്ക് നമ്മളെ നടത്തുകയും അത് നമുക്ക് രക്ഷ ഉളവാക്കി തീരുകയും അതുകൊണ്ട് കൂടുതൽ വിശ്വാസത്തിൽ ധൈര്യവും ദൈവകൃപയിലും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരനുഭവം ഉണ്ടാകും എന്നുള്ളതും നമ്മളവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ദൈവഹിതപ്രകാരം ദുഃഖിക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. കാരണം ആ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം നിങ്ങൾക്ക് മാനസാന്തരത്തിനായിട്ട് തീർന്നു. ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. 7-ാം അധ്യായം 8-ാം വാക്യം, ദുഃഖിച്ചതിനാലല്ല മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളിൽ ഒന്നിനും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു എന്ന് അവിടെ തുടർന്ന് നമ്മൾ അതൊന്നും ഒരു നെഗറ്റീവ് സെൻസിലല്ല പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അത് പഠിച്ച സമയത്ത് നമ്മൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ അത് കൂടുതൽ വിശദീകരിക്കാനായിട്ട് ഞാൻ മുതിരുന്നില്ല. അപ്പോൾ ദൈവഹിതപ്രകാരം നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്കും ഇതുപോലുള്ള പരീക്ഷകളുണ്ട്. അവൻ്റെ വിശ്വാസത്തിൻ്റെ ശോധന വിലയേറിയതാണ് എന്ന് വചനത്തിൽ പറയപ്പെട്ടേക്കുന്നത് പോലെ ഉള്ള അനുഭവങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ലോകപ്രകാരമുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്താ ഉളവാകുന്നത്? അവിടെ തന്നെ നമ്മൾ വായിക്കാൻ ഇടയായിട്ട് തീർന്നു. അവനത് മരണത്തെ ഉളവാക്കുന്നു. ലോകപ്രകാരമുള്ള ഒരു വ്യക്തിക്ക് അത്തരം ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവനത് മരണത്തെ ഉളവാക്കുന്നു. നമുക്കോ അത് രക്ഷയായിട്ടും ജീവനായിട്ടും നമുക്ക് രൂപാന്തരപ്പെടുന്നു. അതൊരു പ്രയോജനമുള്ളതായിട്ട് തീർന്നു. ആത്മീയ ജീവിതത്തിന് പ്രയോജനമുള്ളതാകുകയും നമ്മളെ കൂടുതൽ സ്റ്റെബിലിറ്റിയിലേക്ക്, ഒരു സ്ഥിരതയുള്ള വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. യാക്കോബ് പറയുന്നല്ലോ, വിശ്വാസത്തിന്റെ ശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ എന്ന് ദൈവവചനത്തിൽ യാക്കോബ് പറയുന്നത്. അത് സ്ഥിരത ഉളവാക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഈ പല നന്മകൾ, ദൈവികമായ നന്മകളുള്ള ഇതുപോലുള്ള ചില സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് നേരിടാൻ തക്കവണ്ണം ഭയപ്പെടാതെ നമ്മൾ കർത്താവിനോട് കൂടെയാണ് നിൽക്കുന്നത്, കർത്താവിൽ അകന്നല്ല. കർത്താവിനോട് കൂടെ നിൽക്കുന്ന തൻ്റെ ഭക്തന്മാരെ ഒരുപക്ഷെ ലോകപ്രകാരം ഉള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതിനേക്കാളും വലിയ വീഴ്ചകളിലും സങ്കടങ്ങളിലും കുറവുകളിലും ഒക്കെ അവനായിത്തീർന്നാൽ പോലും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുകയും നടത്തുകയും ഒക്കെ ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. നമുക്ക് ഇവിടെ പത്രോസ്ലീഹയോട് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എത്രയോ പ്രാവശ്യം വീഴുകയും എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് പത്രോസ്ലീഹ. എന്നാൽ അത് മുഖാന്തരം ചില കാര്യങ്ങൾ വെളിപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം.
അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പരീക്ഷകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളെല്ലാവരും എങ്കിലും കോഴി കൂകുന്നതിന് മുന്നേ നീ 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും എന്നൊക്കെ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് വലിയ ഭാവങ്ങളാണ് നമുക്കെല്ലാം ഉള്ളത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് വലിയ ഭാവങ്ങളാണ് നമുക്കൊക്കെ പലപ്പോഴും ഉള്ളത്. കാരണം ഞാൻ അങ്ങനല്ല, ഞാൻ ഇങ്ങനല്ല, ഞാൻ അങ്ങനെ ചെയ്യും, എന്നെ പാസ്റ്റർക്ക് അറിയത്തില്ല, എൻ്റെ കഴിവറിയത്തില്ല, ഞാൻ എന്താണെന്ന് അറിയത്തില്ല, ഞാനൊരു സംഭവമാ പാസ്റ്ററെ എന്നൊക്കെ പറയുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പാസ്റ്റർമാർക്കും അതുപോലത്തെ തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം പണ്ടാരോ പറഞ്ഞേക്കുന്ന അവൻ്റെ ആ കൊച്ചു വായി വെച്ച് ഈ വലിയ കാര്യങ്ങൾ പറയാതെ, ഇത് നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് പറയും, നിൻ്റെ ആ കൊച്ചു വെച്ചിട്ട് വായി പിടിക്കാത്ത വലിയ കാര്യങ്ങൾ പറയാതെ, ഡോണ്ട് ബൈറ്റ് മോർ ദാൻ യു ക്യാൻ സ്വാളോ എന്നൊക്കെ പറഞ്ഞതുപോലെ ആത്മീയ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ സ്വയം വിലയിരുത്തലുകൾ പലപ്പോഴും നമ്മൾ ആരാണെന്ന് ശരിയായി നമ്മൾ അറിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള വലിയ ശ്രേഷ്ഠനോ വലിയ എന്തെങ്കിലും വ്യക്തിയോ ഒരു പ്രസ്ഥാനമോ ഒന്നുമല്ല നമ്മൾ പല കാര്യങ്ങൾക്കും സസെപ്റ്റിബിളായിട്ട് പോകാൻ സാധ്യതയുള്ള നിലയിൽ എല്ലാ ബലഹീനതകളും കുറവുകളും ഉള്ളൊരു വ്യക്തിയാണെന്നുള്ള യാഥാർത്ഥ്യ ബോധം നമ്മളിൽ ഉണ്ടാവണം. അതാണല്ലോ നമ്മൾ റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ 12-ാം അധ്യായം 3-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, നിങ്ങൾ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ സുബോധമാകും വണ്ണം കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കൃപ പങ്കിട്ടതുപോലെ ഭാവിക്കണം എന്നുള്ള മുഖവരയോടുകൂടെ തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതാ പണ്ടൊരു പറച്ചിലുണ്ട്, ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പം പറയുന്നത് ഇങ്ങനെയാണ്, ഫസ്റ്റ് ഇയർ ഒരുത്തൻ എഞ്ചിനീയറിങ്ങിന് കയറി കഴിയുമ്പം അവൻ സൂപ്രണ്ടിങ് എഞ്ചിനീയറായിട്ടാണ് അവൻ കയറുന്നത്. കാരണം എഞ്ചിനീയർ ആയാൽ ഞാൻ എന്തോ ചെയ്യും എന്നൊക്കെയുള്ള മലർപ്പിടിക്കാരൻ്റെ പല ചിന്തകളുമായിട്ടാണ് അവൻ കയറി വരുന്നത്. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് അവൻ ഒരു പടി താണിട്ട് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആകും. പിന്നെ കുറച്ചുകൂടെ താണിട്ട് അവൻ ഒന്നുകൂടെ ഒരു പടിയും കൂടെ താണ് സാധാരണ ഒരു എഞ്ചിനീയറായി അവസാനം എനിക്കൊന്നും അറിയത്തില്ലേ എന്നും പറഞ്ഞ് ഇറങ്ങും പോകും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ സോക്രട്ടീസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം സോക്രട്ടീസിൻ്റെ ശിഷ്യന്മാർ സോക്രട്ടീസിനോട് ചോദിച്ചു, എല്ലാം ഗുരു എനിക്കിനെ അറിയാവുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഇല്ലേ? അറിയാം, നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു, അപ്പോൾ എല്ലാം ഗുരുവിനെ പോലെ ആയല്ലോ, ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ ഒരു കാര്യത്തിൽ പ്രശ്നമുണ്ട്. അതെന്തുവാ ആ ഒരു കാര്യം? ആ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എന്നെ അറിയാവുന്ന മാത്രമല്ല, എനിക്ക് എന്നെ അറിയത്തില്ലെന്നും കൂടെ എനിക്കറിയാം. അത് ഞാനും തമ്മിലുള്ളത്. എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറ്റിയേ അറിയത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൻ്റെ പരിമിതിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ പല വിലയിരുത്തലുകളും നമ്മളൊക്കെ സാധാരണഗതി നമ്മളെ വിലയിരുത്തുന്നത് ബില്ലി ഗ്രഹാമിൻ്റെ കൂടെയും അല്ലെങ്കിൽ ലോകപ്രശസ്തരായിട്ടുള്ള വലിയ പ്രസംഗകരുടെ കൂടെയും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ചില ഉന്നത ആത്മീയ വ്യക്തിത്വങ്ങളുടെ കൂടെയുമാണ് നമ്മളെ തന്നെ വിലയിരുത്തി പലപ്പോഴും കാണിക്കുന്നത്. അത് നമ്മൾക്ക് ഉള്ളതായിട്ടുള്ള ഒരു കഴിഞ്ഞ ദിവസം ഒരു മാസിക ഞാൻ കണ്ടപ്പം എനിക്ക് കാണാനിടയായി തീർന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എഴുതപ്പെട്ടേക്കുന്ന പല കാര്യങ്ങളും ഒരു ദൈവദാസൻ അതിൽ എഴുതിയേക്കാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പല ദൈവദാസന്മാരും ഉണ്ടെങ്കിലും കൂടെ അദ്ദേഹം പരിഭാഷപ്പെടുത്തി വെച്ചിരിക്കുന്നത് ലോകത്തിലെ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഉന്നതമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ മാത്രമാണ്. A.W. ടോസർ, C.H. സ്പർജൻ, വില്യം ഗുർനാൽ, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള പല ദൈവദാസന്മാരുടെ ലോകപ്രശസ്തരായിട്ട് തീർന്നിട്ടുള്ള പല ക്ലാസിക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ദൈവദാസന്മാരുടെ ലേഖനങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനവും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹം തന്നെ പ്ലേസ് ചെയ്യുന്നത് ഇത്തരം ദൈവദാസന്മാരുടെ കൂടെയാണ്. നമ്മളെപ്പോഴും വളർച്ചയ്ക്കായിട്ട് അങ്ങനെയുള്ള ദൈവദാസന്മാരിലേക്ക് തന്നെ നോക്കുകയും അല്ലെങ്കിൽ കർത്താവിങ്കിലേക്ക് തന്നെ നോക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒന്നും ഇല്ലാന്ന് ചിന്തിക്കരുത്. എന്നാൽ നമ്മുടെ യഥാർത്ഥ പിക്ചറിനെ പറ്റി, നമ്മൾ ആരാണെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ബോധ്യം വേണം. ബോധ്യമില്ലാതെ വരുമ്പം ഇടയ്ക്കിടയ്ക്ക് കർത്താവ് നമ്മളെ അത് ഓർപ്പിക്കും. നീ കൂടുതലങ്ങ് മോനെ പോകാതെ, കാരണം അവസാനം ഈ ശരീരമായ സഭയിൽ പോലും നിനക്ക് പ്രാതിനിധ്യം ഇല്ലാന്ന് പോലും ചിന്തിക്കുന്ന ഒരു നിലയിലേക്ക് നീ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്ന് നല്ല ദൈവകൃപയും പല പല ഭാഷകളും ദർശനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയ ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് പരിചയമുള്ള വേറൊരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഇച്ചിരി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പം, ബ്രദർ അപ്പുറത്തെ റൂമിലോട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ ബ്രദറിന് എന്നോട് യോഗ്യതയില്ല, അതുകൊണ്ട് ബ്രദർ അപ്പുറത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ഒരു അനുഭവം നേരിട്ട് നടന്ന സംഭവം. എന്നാൽ ഈ എൻ്റെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് ദൈവകൃപയിലില്ല. അപ്പം പലപ്പോഴും നമ്മുടെ യോഗ്യതയെപ്പറ്റി നമ്മൾ എന്താ കാണുന്നത്, നമ്മുടെ ഇതിനെപ്പറ്റി കഴിവിനെപ്പറ്റി നമ്മൾ എന്താ വിചാരിച്ചേക്കുന്നത്?
കുറെ നീ ഞങ്ങൾ പാപിയായ മനുഷ്യനാണ്, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ട് പോകണമേ എന്നൊക്കെ ഉള്ളവരാണ് ഇവര് മുന്നോട്ട് വന്നതെങ്കിലും വന്നു കഴിഞ്ഞ് കൂടെ കുറച്ചു നാൾ നിന്നപ്പം കർത്താവിനേക്കാളും വലിയവരായി തീർന്നോ എന്നൊരു സംശയം നമുക്ക് പലപ്പോഴും തോന്നത്തക്ക നിലയിലാണ് പോകുന്നത്. ഇപ്പോൾ അവർ ദുഃഖിച്ചിരിക്കുക. 3.5 വർഷക്കാലം കർത്താവ് കൂടെ ഉണ്ടായിരുന്നു, അവരോട് പല കാര്യങ്ങളും പറഞ്ഞു. വളരെ ദുഃഖിതരായി നിൽക്കുന്ന അവരോട്, എൻ്റെ മക്കളെ, നിങ്ങളും എന്നെ തള്ളിപ്പറയും, പത്രോസേ നീ വലിയ വീരവാദം പറയുന്നുണ്ട്, നീയും എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അത് സഹിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമായി പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിൻ്റെ ഞാൻ ആ വരികൾക്കിടയിൽ തന്നെ ചിന്തിക്കുക, കർത്താവ് മുൻകൂട്ടി അവരുടെ പരാജയം അവരോട് പറഞ്ഞതുകൊണ്ട് അവർക്ക് നന്മയാണോ ഉണ്ടായത്, തിന്മയാണോ ഉണ്ടായത്? അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. മുൻകൂട്ടി അവരോട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അവർക്ക് നന്മയാണോ ഉണ്ടായത്, തിന്മയാണോ ഉണ്ടായത്? ആ കർത്താവ് പറഞ്ഞതുകൊണ്ടല്ലേ അവർ പേടിച്ച് അങ്ങ് പോയി വീണു പോയതല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം. അല്ല, അതെപ്പോഴും ഞാൻ ഓർക്കുന്നത് ഈ പ്രഷർ കുക്കറിന്റെ സേഫ്റ്റി വാൽവ് പോലെ ഒരു സംഭവമായിരുന്നു അവിടെ നടന്നതായിട്ടുള്ള കാര്യമെന്ന് നമുക്ക് മനസ്സിലാവും. എന്താ സേഫ്റ്റി വാൽവ്? നമുക്കറിയാം, പ്രഷർ കൂടി ഇതൊക്കെ അതിന്റെ വെയിറ്റ് ഒന്നും വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്താണ് ഇത് തെറിച്ചു അല്ലെങ്കിൽ ഈ സേഫ്റ്റി വാൽവ് തെറിച്ചു പോകുന്നതെന്നും അതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നും പറഞ്ഞതുപോലെയാണ് അന്നത്തെ അവര്, ഞങ്ങൾ പ്രാണൻ കളയേണ്ടി വന്നാലും നിന്നെ തള്ളിപ്പറയുകയില്ല. ശിഷ്യന്മാർ പറയുക, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എന്നുള്ളൊരു നിലയിലാണ് അവരുടെ ഹൃദയവിചാരം എന്നുള്ളത് അവിടെ പറഞ്ഞ ഭാഗത്തു നിന്ന് തന്നെ നമുക്കറിയാം. അങ്ങനെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുകയില്ല എന്ന് വിചാരിച്ച ഈ വ്യക്തികൾക്ക്, ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, വിശ്വാസിയായിട്ടുള്ളൊരു പയ്യൻ, അവൻ സയൻസ് ആയിരുന്നു പഠിച്ചിരുന്നത്. എന്നാൽ ഡിഗ്രി ലെവലിലേക്ക് വന്നപ്പോൾ അവൻ ആർട്സ് സബ്ജക്ട്സ് എടുത്ത് എക്കണോമിക്സും ഒക്കെ എടുത്ത് പഠിക്കാനായിട്ട് തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ IAS എഴുതണം എന്നുള്ള ഒരു നിലയിലാണ് എഴുതാനായിട്ട് അവൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നല്ല മാർക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ തേർഡ് ഇയറിൽ വളരെ കാര്യമായിട്ട് പഠിക്കുന്നു. അന്നത്തെ കാലത്തുള്ള കോമ്പറ്റീഷൻ സക്സസ്, അത് ഇത് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതൊക്കെ മേടിച്ച് ഇങ്ങനെ കാര്യമായിട്ട് അവനിങ്ങനെ പഠിച്ച് വായിച്ച്, പിന്നെ നമ്മളോടൊന്നും കൂടുതൽ സംസാരിക്കത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ IAS എഴുതാൻ പോകുന്ന ഒരാൾ ഇവിടെ കിടക്കുന്നു, അല്ലാത്തവൻ ഇവിടെ കിടക്കുന്നു. അതായിക്കോട്ടെ. അതൊക്കെ നമ്മൾ സഹിച്ചെങ്കിലും അവൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല സംഭവിച്ചത്. ഫൈനൽ ഇയർ BA റിസൾട്ട് വന്നപ്പം അവന് ഒരു സെക്കൻഡ് ക്ലാസ് പോയിട്ട് തേർഡ് ക്ലാസ് പോലും കഷ്ടിച്ച് കിട്ടിയ ഒരു നിലയിലായിപ്പോയി അവൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഇത് സഹിക്കാൻ കഴിയാതെ വിശ്വാസിയാണെങ്കിലും അതിലെ കൂടെ പോകുന്ന ബസ്സിന്റെ മുന്നിലോട്ട് എടുത്തു ചാടാനായിട്ട് പോയ ഒരു സംഭവം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. സംഗതി വിശ്വാസിയൊക്കെയാണ്, എന്നാൽ അവന്റെ പ്രതീക്ഷ, അവനെ പറ്റിയുള്ള പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ആ അന്തരം അവന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞതുപോലെ നമുക്കിവിടെ നമ്മളെപ്പറ്റിയുള്ള, നമുക്ക് യാഥാർത്ഥ്യമല്ലാത്ത, നമുക്ക് നമ്മളെപ്പറ്റി തോന്നിയിട്ടുള്ള ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള, ടയറിന് കാറ്റ് ഊതി നിറച്ചിട്ടുള്ള, ഊതി വെറിപ്പിച്ചതായിട്ടുള്ളൊരു ഇമേജും വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലർക്കും അവരവരുടെ എന്നെക്കുറിച്ചും ഉള്ളത്, എൻ്റെ യാഥാർത്ഥ്യബോധത്തോടുള്ള ചിന്തകളല്ല പലപ്പോഴും ഉള്ളത്. കർത്താവിന് മാത്രമേ അത് ഞാൻ ആരാണ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവൂ. എന്നാൽ പലപ്പോഴും നമ്മളെക്കുറിച്ച് പോസിറ്റീവായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ചില ചിന്തകളാണ് നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഉള്ളത് എന്നുള്ളത് ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. എന്നാൽ നമ്മൾ പരീക്ഷയിലൂടെ, ഇത്തരത്തിലുള്ള പരാജയങ്ങളിലൂടെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ആൾക്കാർ നമ്മളോട് മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, പണ്ടൊരിക്കൽ എൻ്റെ കൂടെ പഠിച്ച സീനിയറായിട്ടുള്ള ഒരാൾ, ഞാൻ പഠിച്ച കോളേജിൽ തന്നെ പഠിച്ച ഒരാൾ, പിന്നീട് അദ്ദേഹം കുറച്ച് നാൾ ഞാനിവിടെ താമസിക്കുന്ന അടുത്തുള്ള എൻജിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന അതിൽ ജോലിയായിട്ട് കടന്നു വന്ന് ബിജോ ബ്രദറിനൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നോടൊരു സത്യം പറഞ്ഞു, എൻ്റെ ജയ്ദീപേ, നീ വിചാരിക്കുന്നത് നീ വലിയ ബൈബിൾ സ്റ്റഡിയും വലിയ കൺവെൻഷൻ പ്രസംഗകനും ഒക്കെയാണെന്ന്. അങ്ങനൊന്നും അല്ലടോ, തനിക്ക് ഒരു വിവരവും ഇല്ല എന്ന് മാത്രമല്ല, 1-2 പേരോട് സുവിശേഷം പറയാനും പിന്നെ ട്രാക്ട് കൊടുക്കാനും ഒക്കെയുള്ള വിളിയേ ഒക്കെ തനിക്കുള്ളൂ. താൻ ഇങ്ങനെ വെറുതെ കിടന്ന് തുള്ളാതെ
എന്നും പറഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആ വർത്തമാനം ഞാൻ ഇന്നും ഒരു 30 വർഷം എങ്ങാണ്ടായി അത് പറഞ്ഞിട്ട് ഇന്നും ഞാൻ മറന്നിട്ടില്ല. നെഞ്ചത്ത് തല്ലുന്നത് പോലെ ഉള്ള ഒരു അനുഭവമല്ലേ. സകലതും ഈ സുവിശേഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ദൈവകൃപയിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ജീവിതം മുഴുവൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ലോകപ്രകാരമുള്ള ഒരു ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകാതെ ഇങ്ങനെ നിന്നിട്ട് അവസാനം പറയുന്നതാ തനിക്ക് 1-2 പേരോട് സുവിശേഷം അറിയിക്കാനും ഇങ്ങനെ ഒക്കെ പറയാനുമുള്ള കൃപയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം എത്ര വിഷമമുണ്ടായി. എന്നാൽ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞതാ സത്യം, ആ പുള്ളി പറഞ്ഞതാ സത്യം. കാരണം എന്നോട് എത്രയോ വർഷങ്ങളുടെ പരിചയം നിമിത്തം അദ്ദേഹം എന്നോട് പറഞ്ഞതാ, താൻ ഇങ്ങനെ കിടന്ന് ഒരു പരിധി കൂടുതൽ കിടന്ന് ചാടാതെ താനൊന്നും ആയിട്ടൊന്നും ഇല്ല എന്നോട് പറഞ്ഞപ്പം അതല്ലേ സത്യം. നമുക്കറിയാമല്ലോ, വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും ഇഷ്ടം നമ്മളെ പൊക്കി പറയുന്നവര്, ജെരീവേട്ട നിങ്ങളൊരു സംഭവമാ, മറ്റതാ മറിച്ചതാന്നൊക്കെ പറയുന്നവരെയാ നമുക്ക് ഇഷ്ടം. അവരപ്പോൾ പൊക്കി പറയുമ്പോഴും നമ്മൾ ഓർത്തോണം നമ്മുടെ യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇന്നും ഈ പൊക്കി പറയുന്നതൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലോ. അത് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു, ഇന്ന മർമ്മം ഭയങ്കരമായി പോയി എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ ഈ കർത്താവ് അവിടെ പറഞ്ഞതുകൊണ്ടുണ്ടായ ഗുണം എന്താ? അന്നേരം അവർക്ക് പ്രയാസമായിട്ട് തോന്നി. ഇപ്പൊ ഞാൻ പഠിക്കുന്ന ഒരാൾ, എൻ്റെ സാറ് തന്നെ എന്നോട് പറഞ്ഞു, എടാ നീ എക്സാമിൽ തോറ്റു പോകുമെന്ന് പറഞ്ഞാൽ എന്തെല്ലാം വിഷമമാണ് ഉണ്ടാവുന്നത്. എന്നാൽ തോറ്റ് കഴിയുമ്പം മനസ്സിലാവും ഒരു ആശ്വാസമാണ് പറഞ്ഞത് നിമിത്തം ഉണ്ടാകുന്നത്. അതാ എൻ്റെ കാര്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവർ പലരും പിന്മാറിപ്പോയേനെന്നാണ് തോന്നുന്നത്. കാരണം അവർക്ക് ഇത്രയും നല്ല പ്രൊഫസിങ് ക്രിസ്ത്യൻസ് ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാകും എന്നുള്ളത് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരു സംഭവമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടത് തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എത്ര വിഷമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നേനെ. പലരും പിന്മാറിപ്പോയേനെ. കാരണം കർത്താവ് ക്ഷമിക്കാഞ്ഞിട്ടല്ല, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞവരാണല്ലോ, എന്നിട്ട് എങ്ങനെ നമുക്ക് ചമ്മലില്ലാതെ പിന്നെയും ശിഷ്യന്മാരാണെന്നും പറഞ്ഞ് കർത്താവിൻ്റെ കൂടെ നടക്കാൻ എങ്ങനെ പറ്റും? ഇന്നലെ വരെ ഭയങ്കര വിശുദ്ധിയിലും ഭയങ്കര ഇതിലുമൊക്കെ നടന്ന ഞാനല്ലേ ഈ തള്ളിപ്പറഞ്ഞ്, അല്ലെങ്കിൽ കർത്താവിന് അപമാനകരമായിട്ടുള്ള നിലയിൽ കർത്താവിനെ പബ്ലിക്കായിട്ട് തള്ളിപ്പറഞ്ഞ്, ഇങ്ങനെ ഞാൻ തള്ളിപ്പറഞ്ഞ ഞാൻ ഇനി ഈ കൂട്ടത്തിൽ നിൽക്കുന്നത് ശരിയാണോ? അത് ഭയങ്കര ഒരു അനുഭവമാണെന്നുള്ളത് നമുക്കറിയാം. കാരണം എനിക്ക് തോന്നുന്നത് കർത്താവ്, ഞാൻ ഇതിന് മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പം കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് അറിഞ്ഞിട്ടും കർത്താവിനെ കണ്ടതിന് ശേഷവും 7 പേരിയ്ക്കുമ്പം വെളിപ്പെട്ട് എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പം പിന്നെ അവരുടെ മുന്നിൽ വെളിപ്പെട്ട്, അങ്ങനെ പല പ്രാവശ്യം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അറിഞ്ഞ ഈ ആൾക്കാർ തന്നെയാണ് മീൻ പിടിക്കാൻ പോയെന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്തായിരുന്നു ഈ മീൻ പിടിക്കാൻ പോയതിൻ്റെ പുറകിലുള്ള ചിന്ത എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അന്ന് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് ഷെയർ ചെയ്യുകയും ചെയ്തത്. കാരണം അത് വിളിച്ചതിലുള്ളതോ അത്ഭുതം ചെയ്യുന്നതിനോ പ്രസംഗിക്കുന്നതിനോ ഉള്ള ഒരു വിമുഖതയുമല്ല. ഒരുപക്ഷെ മറിച്ച് ഈ കർത്താവിനെ ഇത്രമാത്രം തള്ളിപ്പറഞ്ഞിട്ട് പോയ ഇനി ഈ സുവിശേഷം പ്രസംഗിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് അവൻ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവൻ ഇനി ആ പണിക്ക് ഞാനില്ല, പഴയ മീൻ പിടിക്കുന്ന പണിക്ക് എന്നെ കൊള്ളത്തുള്ളൂ എന്നുള്ള നിലയിൽ പിന്മാറിപ്പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലുള്ളൊരു അനുഭവമായി പോയി അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അവിടെ ചെന്ന് 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായ്ക്ക് 3 വട്ടം ഏറ്റു പറയാനും കൂടെയുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് പിന്നെയും അവനെ ദൈവകൃപയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന കർത്താവ് അവിടെ കാണാനായിട്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ പല പരാജയങ്ങളും, നമ്മൾ ഇന്ന് നമ്മുടെ പരാജയങ്ങൾ പലതും അറിയുന്നില്ലെങ്കിലും വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ പല പരാജയങ്ങളും അറിയുന്നുണ്ടെന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ പരാജയങ്ങൾ പലതും അറിയുന്നുണ്ട്. അവനത് അറിയാതിരിക്കുകയല്ല. കർത്താവ് ഈ പരാജയങ്ങളെല്ലാം അറിയുന്നുണ്ട്. എന്നിട്ട് പറയാ, അത് അറിഞ്ഞുകൊണ്ട് കർത്താവ് ഇന്ന് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ദൃഷ്ടിയിലാ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇത്രയൊക്കെ പരാജയങ്ങൾ ഉണ്ടാകുമ്പം നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. എന്നാൽ സംഗതി ശരിയാ, നമ്മൾ എക്സ്പോസ്ഡായി. നമ്മൾ ആരാണെന്നുള്ളത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കും അതിനേക്കാൾ അധികം നമുക്ക് തന്നെ മനസ്സിലായി, എൻ്റെ ഇത്ര നാളത്തെ കളികളൊക്കെ ഒരു പ്രകടനമൊക്കെ ആയിരുന്നു, എന്നാൽ അതുപോലുള്ള ഇതൊന്നും എനിക്കില്ല.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിഴുങ്ങാൻ കഴിയാത്തത് നമ്മൾ കടിച്ചെടുത്തു എന്ന് പറഞ്ഞതുപോലെ നമ്മളെക്കുറിച്ചുള്ള വലിയ അഭിപ്രായ നിമിത്തം നമ്മൾ പലതും ചിന്തിച്ച് ആലോചിച്ച് വെച്ചതാണ്. എന്നാൽ നമുക്കറിയാം, പത്രോസ്ലിഹായോട് ഈ പറഞ്ഞതുപോലെ ഉള്ള പരീക്ഷ പത്രോസ്ലിഹായ്ക്ക് ഉണ്ടായില്ലേ? ഉണ്ടായി. നമുക്കറിയാം, യോഹന്നാൻ മഹാപുരോഹിതന്റെ ആ ഭവനത്തിനകത്തേക്ക് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. കൂടെ പത്രോസ്ലിഹായും പോയി അവിടെ ഇരുന്നു. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് കാണാം, ആ പത്രോസ് അതിന് ശ്രമിച്ചു. മഹാപുരോഹിതന്റെ ദാസനെ വാളെടുത്ത് വെട്ടി അവരെ കാതറുത്തില്ലേ? അറുത്തു. എന്നെ തൊട്ടേച്ചേ കർത്താവെ നിന്നെ തൊടാൻ ഞാൻ സമ്മതിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ പറഞ്ഞതനുസരിച്ച് വീര്യത്തോടെ പ്രവർത്തിച്ചു, നിശ്ചയമായും പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നമ്മുടെയൊക്കെ ആരംഭ ശൂരത്വം പോലെ ആ വെട്ടലും പിടിക്കലും ഒന്നും അല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സംഭവത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇത്രയും വലിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ ഫോഴ്സിനോട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള തിരിച്ചറിവിൽ ഒരു പൂച്ച പതുങ്ങിയിരിക്കുന്ന പോലെ അവിടെ പോയി പതുങ്ങിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ ഐഡന്റിറ്റിയിൽ സ്റ്റംബിൾ ചെയ്തു പോകുന്ന അനുഭവം എന്ന് പറയുന്നത് വളരെ വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം. ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ നമ്മളൊക്കെ പലപ്പോഴും രഹസ്യമായിട്ട് പലതും ആണെങ്കിലും പരസ്യമായിട്ട് നമുക്ക് എന്തുമാത്രം കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നുണ്ട്. പരസ്യമായി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ആരാണ്, എന്താണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന സർക്കിൾസിലോ നമ്മുടെ ഫ്രണ്ട് സർക്കിൾസിലോ ഒന്നും അധികം നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ പലർക്കും അറിയത്തില്ല, പുള്ളി ഞായറാഴ്ച ഇതും പിടിച്ച് പോകുന്നെന്നുള്ളതല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മളെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. കാരണം ഞാൻ ഈ നസ്രായൻ്റെ ഈ നിങ്ങൾ വിധിക്കാനായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ ന്യായം വിധിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ സന്നിധി സംഘവും മഹാപുരോഹിതന്മാരും ഒക്കെ പിടിച്ച് കുറ്റവാളിയായിട്ട് മരണശിക്ഷ കൊടുക്കാൻ പോകുന്ന ആ വ്യക്തിയുടെ അടുത്ത ആളാണ് എന്ന് അറിയപ്പെടുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അറിയപ്പെടാതെ, ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്താതെ ആ കൂട്ടത്തിൽ പോയി കുത്തിയിരിക്കാനൊക്കെ ഒരു പക്ഷേ പറ്റും, തീ കാഞ്ഞുകൊണ്ടിരിക്കാനും പറ്റും. എന്നാൽ നീയും ആ കൂട്ടത്തിലുള്ളവരല്ലയോ? നിന്റെ ഉച്ചാരണവും നിന്റെ ഭാഷാരീതിയും നീ ഗലീലക്കാരനാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം നോ, നാച്ചുറലായിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അപ്പം നേരത്തെ ആരംഭശൂരത്വമൊക്കെ പോയി, കാതറുത്ത സംഭവം പോയി, ഇതൊക്കെ പോയി, അതൊക്കെ മാറി. എന്നിട്ട് സാധാരണഗതിയിൽ കർത്താവിന് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണാനായിട്ട് ആ വീട്ടുമുറ്റത്ത് പോയി ഇരുന്ന വ്യക്തി തുടർന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഞാൻ അറിയുന്നില്ല, ഒന്ന് ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി എന്ന് വരെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ പത്രോസ്ലിഹ ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നത്. കാരണം കർത്താവിനെ പരസ്യമായിട്ട് സാക്ഷിക്കുക എന്ന് പറയുന്നത് അതിന് ഏറ്റവും വേണ്ട ഒരു സംഗതി നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ശക്തിയോടെ ബലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. എൻ്റെ മാനുഷികമായിട്ടുള്ള കഴിവിൽ ഞാൻ യേശു അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ കർത്താവിനെ തള്ളിപ്പറയത്തില്ല, ഞാൻ മരിച്ചാലേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കത്തില്ല എന്നൊക്കെ വീമ്പ് പറയാമെങ്കിലും ക്രിസ്തുവിനെ സാക്ഷിയായിട്ട് തീരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രിയപ്പെട്ടവരെ. നിരുപദ്രവകരമായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ സാക്ഷ്യം വഹിക്കാനൊക്കെ എല്ലാവർക്കും പറ്റും, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതൊക്കെ സാക്ഷ്യം വഹിക്കും. എന്നാൽ ഒരു വില കൊടുക്കേണ്ട ചില സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ പത്രോസ് വിചാരിച്ചു കാണും, ഞാനും കൂട്ടത്തിലുള്ളവനാണെന്ന് അറിഞ്ഞാൽ എന്നെയും കൂടെ ഇപ്പൊ പിടിച്ചോണ്ട് പോകും, ഞാനും ഈ കർത്താവിൻ്റെ കൂട്ടത്തിൽ ചില കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഭയം നമുക്കറിയാമല്ലോ. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിന് ഇന്ന് ഏറ്റവും തടസ്സമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഇതുപോലുള്ള ഭയങ്ങളാണ്. അല്ലെങ്കിൽ ഈ നിലയിൽ നിനക്ക് എന്തൊക്കെയോ പറ്റിക്കളയും, നീ കൂടുതലങ്ങ് പോകാനായിട്ട് പോകണ്ട, കൂടുതലങ്ങ് മുതിരാൻ അങ്ങ് ധൈര്യം കാണിക്കാൻ നിൽക്കണ്ട എന്നുള്ള ഒരു ഫിലോസഫി പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ആത്മീയ സാഹചര്യം തന്നെയായത്, ഒരു സംശയവുമില്ല. ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇന്നും ഇതുപോലുള്ള ചില സാഹചര്യങ്ങളിലാക്കി പിശാച് നമ്മളെ പൂട്ടാനായിട്ട് നോക്കാറുണ്ട്.
അവിടെ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിലുള്ള ഒരു ഐഡന്റിറ്റി അല്ല, വേറൊരു ഐഡന്റിറ്റിയിൽ വെളിപ്പെടാനുള്ള പരീക്ഷ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഉള്ളത് തന്നെയാണ്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്കറിയാം. ഞാൻ ഈ ഭാഗങ്ങൾ വായിക്കുമ്പം തിമത്തിയോസിലെ ഒരു വാക്യം ഞാൻ ഓർക്കുക. തിമത്തിയോസിൻ്റെ, എനിക്ക് തോന്നുന്നു 1 തിമത്തിയോസാന്ന് തോന്നുന്നു, 3-ാം അധ്യായം 7-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ഒരു കർത്താവിൻ്റെ ദാസനാകാനുള്ള, ശിഷ്യനാകാനുള്ള വിളിയുടെ കൂട്ടത്തിലുള്ള ചില യോഗ്യതകളെക്കുറിച്ചാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ പറഞ്ഞേക്കാണ്, പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ കുടുങ്ങിപ്പോകാതെ ഇരിക്കേണ്ടതിനൊന്നും, അങ്ങനെ കണ്ട ആ വാക്യം. 1 തിമത്തിയോസ്, അത് നമ്മുടെ വിജീവ് ബ്രദർ ഇട്ടോ? ഇല്ല, ഞാൻ എടുക്കാം. 1 തിമത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുന്നു. നിന്നയിലും പിശാചിൻ്റെ കണിയിലും കുടുങ്ങാതിരിക്കാൻ പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. അല്ലെങ്കിൽ അവിടെ പറയുക, എന്തിലാ കുടുങ്ങാൻ സാധ്യതയുള്ളത്? നിന്നയിൽ കുടുങ്ങും. നിന്നയിലും പിശാചിൻ്റെ കണിയിലും കുടുങ്ങിപ്പോകും. അല്ലെങ്കിൽ ഇതുപോലുള്ള മാനസികമായിട്ടുള്ളൊരു ഭയം നമ്മളിൽ സൃഷ്ടിച്ച്, പണ്ട് ഞാൻ പറഞ്ഞ പോലെ സമന്തകമണി മോഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനല്ല എന്ന് പറഞ്ഞ പോലെ, എനിക്കതുമായിട്ടൊരു ബന്ധമേ ഇല്ല, ഈ സുവിശേഷം പറഞ്ഞതാരാ, ഇവിടെ ഇതിങ്ങനെ ചെയ്തതാരാ, ഞാനല്ല എന്ന് നമ്മൾ പറയാൻ തക്കവണ്ണം, ഇങ്ങനെ ഞാനല്ല എന്ന് പറയണമെന്നുള്ളതാണ് പിശാച് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ശൃങ്ക് ചെയ്ത് നമ്മുടെ പല അവസ്ഥകളിൽ നമ്മൾ ഉള്ളിലേക്ക് വലിഞ്ഞ് ആമ തല തോടിൻ്റെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ വലിച്ച് നമ്മൾ ഇരുന്നോണം. സാക്ഷ്യം പറയാത്ത ഒരു ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ ഏറ്റുപറയാൻ കഴിയാത്ത ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് ലോകത്തിന് ഒരു പേടിയില്ല, അല്ലെങ്കിൽ പിശാചിനൊരു പേടിയില്ല. കാരണം അവൻ സാഹചര്യം വരുമ്പം, നിർണായകമായ അവസരങ്ങൾ വരുമ്പം അവൻ തല ഉള്ളിലേക്ക് വലിച്ചോടും എന്ന് പിശാചിനറിയാം. അങ്ങനെ നമ്മളെ പേടിപ്പിച്ച് നമ്മുടെ തല ഉള്ളിലേക്ക് വലിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയൊരു പ്രഖ്യാപിത ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മറന്നുപോലും. അതുകൊണ്ടാണ് അവിടെ മൂപ്പന്മാരെ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞേക്കുന്നത്, മറ്റുള്ള പുറമേ ഉള്ളവരോട് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്കും ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയ്ക്കും ജീവിതം കൊണ്ടും പ്രബോധനം കൊണ്ടും നല്ല സാക്ഷ്യം പ്രാപിച്ച ഒരു വ്യക്തി ആയിരിക്കണം. ഇല്ലെങ്കിൽ അത്തരം ആൾക്കാർ പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവരെ ഇതുപോലുള്ള ചില കണിയിൽ പിശാച് കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഉപദേശിമാരായിട്ട് തീർന്നിട്ടുണ്ടെങ്കിലും ഒരു കുട്ടപ്പന്മാരായിട്ടൊക്കെ ലോകത്തിന് മുന്നിൽ വിളങ്ങാൻ ആഗ്രഹിക്കുന്നവരാ പല ഉപദേശിമാരും എന്ന് നമുക്കറിയാമല്ലോ. അവർ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഉപദേശിയല്ല, ഞാൻ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണെന്നുള്ള മട്ടിലാണ് പലരും വിളങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മളായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നമ്മൾ അറിയപ്പെടാനായിട്ട്, ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി വഹിക്കുന്നതിൽ, അത് ഉയർത്തി കാണിക്കുന്നതിൽ നമുക്ക് ഭയമുള്ളവരാണെങ്കിൽ നിശ്ചയമായും അതൊരു കുടുക്ക് തന്നെയാണ് ഒരു ശിഷ്യനെ സംബന്ധിച്ചോളം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ ഈ ഭയം പത്രോസിൻ്റെ ഉള്ളിലും കടന്നു. അപ്പം നാച്ചുറലായിട്ട് ഇതിന് മുന്നേയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്, നാം എല്ലാം മരിക്കേണ്ടതിന് അവനോടുകൂടെ പോകാമെന്ന് തോമസ് പറഞ്ഞപ്പോഴും, അതുപോലെ മറ്റു പല സാഹചര്യങ്ങളിലും അവർ പിന്നോക്കം നിന്നു. ക്രൂശിലേക്ക് അവസാനത്തെ യെരുശലേമിലേക്കുള്ള യാത്രയിൽ കർത്താവ് മുമ്പേ നടന്നു, ബാക്കിയുള്ളവർ പിൻപേ നടന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. സധൈര്യം ഈ ലോകത്തിന് മുന്നിൽ നിന്ന്, യേശുവാണ് എൻ്റെ കർത്താവ്, അവനാണ് എൻ്റെ നാഥൻ, അവനെയാണ് ഞാൻ അനുഗമിക്കുന്നത്, നിങ്ങൾ അവനെ എങ്ങനെയൊക്കെ പകച്ചാലും കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞാലും ഈ യേശുവിലാണ് എൻ്റെ വിശ്വാസം, ഞാൻ അവൻ്റെ ശിഷ്യനാണ്, അത് നിമിത്തമുള്ള ഏത് പ്രതിസന്ധിയും അഭിമുഖീകരിക്കാനും അതിൻ്റെ പരിണതഫലങ്ങൾ ഏറ്റെടുക്കാനുമായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ ശിഷ്യനല്ല എന്നുള്ള നിലയ്ക്കുള്ള ഒരു ബഹുമാനവും എനിക്ക് വേണ്ട. എൻ്റെ കർത്താവിന് കൊടുത്തതിൽ കൂടുതൽ അതൊന്നും എനിക്ക് വേണ്ട. ഭക്തൻ പാടിയിട്ടുള്ളതുപോലെ, നാഥന് മുൾമുടി നൽകിയ ലോകമേ നീരും തരും പേരെനിക്ക് എന്തിന്. ഈ ലോകം നമുക്ക് തരുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ പേര് എന്നുള്ളത് നമുക്കറിയാം. ആ പേരെനിക്ക് വേണ്ട. നമുക്കറിയാം, പ്രശസ്തരായിട്ട് തീർന്നിട്ടുള്ള ചില സ്ഥലത്തുള്ള ശിഷ്യന്മാരെ പറ്റിയൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ വായിക്കുമ്പോൾ ചില ശിഷ്യന്മാരെ പറ്റിയും ചില ശിഷ്യകളെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവരിലുള്ള ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും, അല്ലെങ്കിൽ അവർ ആരാണെന്നുള്ള ഐഡന്റിറ്റി ആ ദേശത്ത് മുഴുവൻ വെളിപ്പെട്ടതാണ്. അതിനാ ദൈവം നമ്മളെ വെച്ചേക്കുന്നത്.
കർത്താവ് പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് ലജ്ജിക്കുന്നവൻ ദൂതന്മാരുമായി ഞാൻ വരുമ്പോൾ ഞാൻ അവനെക്കുറിച്ചും ലജ്ജിക്കും എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ മറന്നു പോകരുത്. അപ്പം ഇത് ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് തീരുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി നിന്ന് ഒരു ആവേശത്തിൽ ഒന്നോ രണ്ടോ വാക്കൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരു പാട്ടൊക്കെ പാടി ഇങ്ങ് വരിക എന്നുള്ളത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ. ഇതൊരു ആന്തരികമായിട്ടുള്ള അകത്ത മനുഷ്യൻ്റെ ഒരു ശക്തിയിൽ, അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള ആത്മീയ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ വരും വരായികളൊക്കെ കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതല്ലാതെ ഒരു എടുത്തുചാട്ടത്തിൽ ആർക്കെങ്കിലും ഒരു നിമിഷം തോന്നി അടുത്ത ഇതിന് റിഗ്രറ്റ് ചെയ്തു പോകുന്ന ഒരു അനുഭവം അല്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കിയാട്ടെ, എന്നിട്ട് പറയുക, ഉയർത്തെഴുന്നതിന് ശേഷം നിങ്ങൾക്ക് മുമ്പായി ഞാൻ ഗലീലയ്ക്ക് പോകും. അപ്പം നിങ്ങൾ എന്നെ തള്ളിപ്പറയുന്നതോടുകൂടെ ഈ കിണ്ണം താഴെ വീണ് തകരും, അതോടെ സകലവും തീർന്നു പോകും, അതോടെ ഇതെല്ലാം കഴിഞ്ഞു എന്നല്ലേ പറയേണ്ടേ? നമ്മൾ തമ്മിലുള്ള കരാറെല്ലാം തീർന്നു, നിങ്ങളെന്നെ തള്ളിപ്പറയും, എൻ്റെ പ്രധാന ശിഷ്യനും എന്നെ തള്ളിപ്പറയും, നിങ്ങളെല്ലാം ഇടറിപ്പോകും എന്ന് ഉള്ളൊരു നിലയിൽ വരുമ്പം നമ്മുടെ ഇത്രയും നാളത്തെ ഈ പണിയെല്ലാം വേസ്റ്റായി പോയി എന്നല്ലേ പറയേണ്ടേ? 3.5 വർഷം നിങ്ങളെയും കൊണ്ട് നടന്നു, നിങ്ങളെ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, അതുപോലെ പല പല സംഗതികൾ സംഭവിച്ചു. ഇനിയും എൻ്റെ ദൈവമേ, ഞാൻ ഈ ക്രൂശിൽ മരിച്ചതുപോലും വൃഥാവായി പോയല്ലോ, ഇതൊരു പരാജയമായി തീർന്നല്ലോ എന്ന് മാനുഷിക ദൃഷ്ടിയിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവിടെ പറയുകയാണ്, ഇതിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും കർത്താവ് പറഞ്ഞു എന്നുള്ളത് ഓർത്ത്. ഈ തള്ളിപ്പറച്ചിലും വീഴ്ചയും ഇതൊക്കെ സംഭവിക്കും, അതിന് ശേഷവും ഇത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾക്ക് മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പരീക്ഷകളോ വീഴ്ചകളോ കുറവുകളോ ഒക്കെ സംഭവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ കൂട്ടരുത്, സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അതിൻ്റെ അവസാനമല്ല. നമ്മൾക്കിൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നു, കുറവ് വന്നു, നമ്മളല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ അറിയാതെ നമ്മൾ കർത്താവിനെ തള്ളിപ്പറയുന്നത് പോലുള്ള ചില നിലപാട് എടുത്തുപോയി. ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും നമ്മുടെ ഉള്ളിലിരിപ്പ് എന്നാന്ന് അറിയുന്ന കർത്താവ് ഇതിനേക്കാൾ കൂടുതലൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നൊന്നും കൂടെ ഓർത്തോണം. ഇതിനേക്കാൾ കൂടുതലൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന പല വാഗ്ദാനങ്ങളും, നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുന്ന ചില വാഗ്ദാനങ്ങൾ ഓർത്തു പോയിട്ടുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് ദാരിദ്ര്യമൊക്കെ ഉള്ള സമയമാണല്ലോ. ഞാൻ വലുതായി കഴിഞ്ഞാൽ എൻ്റെ അമ്മച്ചിക്ക് ഞാൻ ഇങ്ങനെ മേടിച്ചു തരും, ഞാൻ എൻ്റെ അമ്മച്ചിയെ ഞാൻ അങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഓർമ്മകളൊക്കെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. എന്നാൽ ഈ അമ്മച്ചിക്ക് എന്നാ മേടിച്ചു കൊടുത്ത് എന്തോ ചെയ്തു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ പൊള്ളയില്ലാത്ത കുറച്ച് വാഗ്ദാനങ്ങൾ അതുപോലെ മുഖവിലയ്ക്ക് എടുക്കുന്നവനല്ല ഈ കർത്താവ്. നമ്മൾ ആരാണെന്നും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണെന്നും ഒക്കെ അറിയുന്ന ഈ കർത്താവ് നമ്മൾ ഇതിനു മുന്നേ കർത്താവിനോട് വലിയ വായിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിക്കുകയോ നെടുവീർപ്പിടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതൊക്കെ കർത്താവ് അറിയുന്നു എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അവൻ നമ്മളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് പറയുക, ഇതൊക്കെ തള്ളിപ്പറയും എന്നൊക്കെ പറഞ്ഞേച്ച് പറയും, ഇതൊന്നും അതിൻ്റെ അവസാനമല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എന്നെ ഒന്ന് തള്ളിപ്പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇടർച്ചയുണ്ടായി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അവിടെ വെച്ച് മടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കർത്താവ് അതാ പറയുന്നത്, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. അപ്പൊ തള്ളിപ്പറച്ചിൽ നടക്കും, മരിക്കും, അടക്കപ്പെടും, ഉയർത്തെഴുന്നേറ്റ ശേഷം നമുക്കറിയാമല്ലോ, ശിഷ്യന്മാർ ഏറ്റവും അധികം ഇടറിപ്പോയ ഒരു സാഹചര്യമാണ്. ഇത്രയും 3.5 വർഷത്തെ അനുഭവത്തിൽ ഇത്രയും പോലെ പരീക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ കർത്താവ് ഇവിടെ പറയുന്ന പോലെ തന്നെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറേ സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവർ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു, ഞങ്ങൾക്കത് കട്ടുകഥ പോലെ തോന്നി എന്നൊക്കെ ഇത് പറയാനായിട്ട് ഒത്തിരി വർഷമൊന്നും കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. 3 ദിവസം കഷ്ടിച്ചെന്ന് പറയുന്ന ഫുള്ളായിട്ട് ഉള്ള ദിവസങ്ങളല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം ഇത്രയും മണിക്കൂറുകൾ കഷ്ടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അതിനു മുന്നേ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കഥ പോലെ തോന്നത്തക്കവണ്ണം, അത് അല്ലെങ്കിൽ ഒരു സംശയത്തോടെ അതിനെ നോക്കത്തക്കവണ്ണം, അങ്ങനെ ഒരിക്കലും അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയത്തക്കവണ്ണം അവരുടെ ഹൃദയം കടുത്തുപോയത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാം. അവരുടെ പിന്മാറ്റത്തിന്റെ ഒരു പോക്ക് എന്തുമാത്രം ഉണ്ടെന്നുള്ളത്.
അപ്പൊ അതുപോലൊരു സാഹചര്യത്തിൽ അവർ കടന്നുപോയതെങ്കിലും ഇതൊക്കെ ഓവർലുക്ക് ചെയ്തുകൊണ്ട് കർത്താവ് പറയുകയാ, ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഞാൻ ഗലീലയ്ക്ക് പോകും എന്നവരോട് പറഞ്ഞ ആ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വീഴ്ചയോ കുറവോ അല്ലെങ്കിൽ പരാജയമോ ഒന്നും അതിൻ്റെ തന്നെ അവസാനമൊന്നും അല്ല. നിങ്ങളങ്ങനെ പരാജയപ്പെട്ടാലും ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് ശരിക്കും മനസ്സിലാകും. ഇനിയും ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ വീമ്പ് പറയാൻ നിൽക്കുമ്പം ഇതും കൂടെ ഓർത്തിട്ടേ നിങ്ങൾ പറയത്തുള്ളൂ, ഞാൻ നിൽക്കുന്നത് കൃപയാല, എൻ്റെ ശക്തി കൊണ്ടൊന്നും അല്ല. ശക്തി കൊണ്ടൊക്കെ പറയാം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാ. എന്നാൽ ചില വ്യക്തമായ പരാജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിമിത്തം എനിക്ക് മനസ്സിലായി ഇതൊന്നും സ്വയശക്തി കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. പ്രിയപ്പെട്ടവർ, എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ സംഭവിച്ചിട്ട് നമ്മളത് മറച്ചു വെക്കാൻ പാടുപെടുന്ന ആൾക്കാരാണോ എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ളത്, അങ്ങനെ മറച്ചു വെക്കാനൊന്നും ഭാരപ്പെടേണ്ട. നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ കർത്താവ് അറിയുന്നുണ്ട്. അന്ന് മാത്രമല്ല, ആ പരാജയം എന്ന് പറയുന്നത് അതിൻ്റെ അവസാനമല്ല പ്രിയപ്പെട്ടവരെ. ഒന്ന് പരാജയപ്പെട്ടു, ഒന്ന് വീഴ്ചയിലുണ്ടായി അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടായി എന്നുള്ളത് വീഴ്ചകളും കുറവുകൾ തന്നെയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിന് കർത്താവിനോടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ അവസാനമല്ല ഇത്, അവസാനമല്ല അത്. അങ്ങനെ ഒരു രക്ഷയല്ല കർത്താവ് നമുക്ക് നൽകിയേക്കുന്നത്. നിങ്ങളെ ഞാൻ ഗലീലയിൽ ഗലീലയിൽ ഞാൻ നിങ്ങളെ കാണും എന്ന് അവരോട് പറയുന്നതായിട്ടുള്ള കാര്യം. ഇതിനോട് ബന്ധത്തിൽ തന്നെയാണ് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്. ദൈവത്തിൻ്റെ പരമാധികാരം എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തുമാത്രം അന്വർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചിലപ്പം ചില സെഷനിലൊക്കെ സംസാരിക്കുമ്പം ഈ പരമാധികാരത്തിനൊക്കെ ഞാൻ എതിരാന്നൊക്കെ ചിലർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ഞാൻ അങ്ങനൊന്നും എതിരൊന്നുമല്ല. ഞാൻ പരമാധികാരത്തിൽ വളരെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ പരമാധികാരം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്, നിശ്ചയമായിട്ടും അത്. എന്നാൽ ദൈവം പരമാധികാരത്തിൽ നേരത്തെ തന്നെ ഇതെല്ലാം തീരുമാനിച്ചു വെച്ച് ഒരു നാടകം കളിക്കുകയാണെന്ന് പറയുന്ന സുവിശേഷത്തോടും, അല്ലെങ്കിൽ പരമാധികാരത്തിൽ ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങളോടൊക്കെയാണ് നമ്മൾ വിയോജിക്കുന്നത്. അല്ലാതെ ഈ പരമാധികാരിയായ ദൈവത്തെ, അവൻ്റെ അധികാരത്തെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാതെ ഒരു വിശ്വാസിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഒന്ന് ചിന്തിച്ച്. അപ്പം ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിലും പറയുന്നത്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു ബലഹീനതയോ കുറവോ അല്ലെങ്കിൽ വീഴ്ചകളോ അല്ലെങ്കിൽ ഒരു പാപം തന്നെയോ വന്നാൽ പോലും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവസാനമല്ല. കർത്താവ് നമ്മളെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന കർത്താവ് എന്ന് മാത്രമല്ല, കർത്താവ് നമ്മളെ റിസ്റ്റോർ ചെയ്യും. ഇതേ പത്രോസ് തന്നെ നമുക്കറിയാമല്ലോ, പത്രോസിയുടെ ലേഖനം 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം, നമ്മൾ സിംഹം എന്ന പോലെ വിഴുങ്ങേണ്ടു എന്നറിയാതെ ചുറ്റി നടക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം താഴെ നമ്മൾ വായിക്കുക, എന്നാൽ ഇങ്ങനെയുള്ള സർവകൃപാലുവായ ദൈവം തന്നെ നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കും, ബലമെന്നേക്കും അവനുള്ളത് ആമേൻ എന്ന് നമ്മൾ വായിക്കുന്ന ദൈവവചന ഭാഗമുണ്ട്. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. എത്രയോ പ്രാവശ്യം ഇതുപോലുള്ള ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് പത്രോസ്ലീഹ. എന്നാൽ ഒരു നാണവുമില്ല, ഞാൻ നിൽക്കുന്നത് എങ്കിൽ കൃപയാലാണ് നിൽക്കുന്നത് എന്ന് പറയാനും, എൻ്റെ പരാജയങ്ങൾ അത് ഞാൻ ആരാണെന്ന് വെളിപ്പെട്ടതാണ് എന്ന് ധൈര്യമായിട്ട് പറയാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു പത്രോസ്ലീഹ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നേരത്തെ പറഞ്ഞു, നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും എന്ന് പറഞ്ഞത് അവനൊരു രക്ഷയ്ക്കായിട്ട് തീർന്നു. നമുക്കറിയാം, അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞതിനെ അവൻ ഓർത്ത് കൈപ്പോടെ കരഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് ഇത് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി, എൻ്റെ കർത്താവിന് ഇത് അറിയാമായിരുന്നു. എൻ്റെ സ്നേഹിക്കുന്ന കർത്താവ് എന്നോട് ഇത് പറഞ്ഞു, എന്നാലും എൻ്റെ കർത്താവ് എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളൊരു അറിവിലേക്ക് വരാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതാ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പരമാധികാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവത്തിൻ്റെ കൃപയാലും ഉള്ള ഒരു പരമാധികാരം, അല്ലെങ്കിൽ നമ്മളിൽ ചില ബലഹീനതകളും കുറവുകളും വീഴ്ചകളും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിച്ച കർത്താവ് ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് നമ്മളെ തള്ളിക്കളഞ്ഞ് പടിയടച്ച് പിണ്ടം വെക്കുന്ന കർത്താവൊന്നും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ബന്ധമല്ല നമുക്ക് കർത്താവിനോടുള്ളത്. റാദർ
അത് ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഇനിയും ഒരുപക്ഷെ ഇതുപോലുള്ള പല വീഴ്ചകളോ കുറവുകളോ ഉണ്ടായാൽ പോലും ശങ്കിക്കാതെ അവൻ്റെ കൃപയിൽ വീണ്ടും ആശ്രയിച്ച്, അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് 10 മടങ്ങ് ശക്തിയോടെ മുന്നോട്ട് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാനുള്ള ഒരു ബന്ധത്തിലാണ് ക്രിസ്തുവുമായിട്ട് ഞാനിന്നായിരിക്കും. നോക്കിയാട്ടെ, ഞാൻ എൻ്റെ വാക്കൊന്ന് വിരമിക്കട്ടെ, സമയം കുറച്ച് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ 5 പേരോ 8 പേരോ ആണേലും കേൾക്കുന്നവരാണെങ്കിൽ അതുവരോട് ദൈവവചനം പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒന്നും ഒരു വിഷമമുള്ള കൂട്ടത്തിലല്ല കേട്ടോ. അതുകൊണ്ട് ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. പത്രോസ്ലിയ പറഞ്ഞു, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ ശിഷ്യന്മാരെല്ലാവരും അങ്ങനെ പറഞ്ഞു. അടുത്ത എല്ലാവരുടെയും കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. മാത്രമല്ല, അവരുടെ പ്രതീക്ഷയ്ക്ക് വിരോധമായിട്ട് അത് സംഭവിച്ചപ്പോൾ അവരുടെ കഴിവില്ലായ്മ എന്താണെന്ന് വെളിപ്പെട്ടു എങ്കിലും അവർ ഭഗ്നാശരായിട്ട്, അവർ നിരാശരായിട്ട് തിരിച്ചു പോകാനായിട്ട് ഇടയായി തീരാതെ വണ്ണം കർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങൾ അതിന് സംഗതിയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് കാണാം. അതെ, അത് അതെ, അതിനോട് ചേർന്ന് പറയേണ്ട വിഷയങ്ങളൊക്കെ പലതും ഞാൻ പറഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദൈവകൃപയിൽ തന്നെ ശരണപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ പരീക്ഷകളുണ്ടാകുമ്പോഴും ഇതുപോലെ അത് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെയോ ആ സ്നേഹത്തെയോ, അവൻ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്തിനും ദൈവത്തിനും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതിക്കും ഒരു തടസ്സവും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. നമുക്ക് വിശ്വസിക്കാനും ഏറ്റെടുക്കാനുമായിട്ട് ഈ ദിവസങ്ങളിൽ ഇടയായി തീരുകയും, എന്നാൽ നമ്മുടെ സ്വയശക്തിയിലാണ് നമ്മൾ പലതും പറയുന്നതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകാനും, നമ്മുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും ഗ്രഹിക്കാനും തക്കവണ്ണം കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു.